മലയാളി പ്രേക്ഷകരെല്ലാവരും കാണുന്നൊരു സന്തോഷ വാർത്ത തന്നെയാണ് കൃഷ്ണകുമാറും കുടുംബവും ഇന്ന് ഒരു കുടുംബത്തിന് കൈത്താങ്ങായി മാറിയ കാഴ്ച. കൃഷ്ണകുമാർ, മകൾ ദിയ, ഇഷാനി, മകളുടെ മകൻ ഓമി ഉൾപ്പെടെ നിരവധി പേരാണ് ഇന്ന് തിരുവനന്തപുരത്ത് വളരെയധികം ചർച്ചയായി മാറിയത് എന്ന് തന്നെ പറയാം. കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് വാർത്തകളൊക്കെ തന്നെയും വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്താറുള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാറും മക്കളും കൂടി മറ്റൊരാളുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. അതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇക്കാര്യം മനസ്സിലാകുന്നു. അവർ ഇപ്പോൾ ഒരു വീട് വച്ചു കൊടുത്തിരിക്കുകയാണ്. അതിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തന്നെ തോന്നുന്നുവെന്ന് പറയുന്നു. എപ്പോഴും ഇത്തരത്തിൽ ചാരിറ്റികൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരടുത്തും ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ് എത്തുന്നത്. കൃഷ്ണകുമാറും ദിയയും ഇഷാനിയും കൂടിയെത്തി. എന്നാൽ സിന്ധു എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. സിന്ധുവിന് ഈ ദിവസം എത്താൻ സാധിക്കില്ല എന്ന് കൃഷ്ണകുമാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറയാറുള്ളത്. ബിസിനസ്സുകളിലൂടെ പണം കൊയ്യാൻ മാത്രമല്ല, ചാരിറ്റി നടത്താനും വീട് വെച്ച് കൊടുക്കാനും ഇതുപോലെ ഒരുപാട് പേർക്ക് സഹായവുമായിട്ടും ഈ കുടുംബം എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മക്കൾ എല്ലാവരും കൂടെ ചേർന്നും ഞങ്ങൾ എല്ലാവരിലും കൂടിയാണ് ഇത് എത്തുന്നതെന്നും അത് ഞങ്ങൾക്ക് വലിയൊരു താങ്ങും തണലുമാകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് എന്നും പറയുന്നു. ഞങ്ങളാൽ കഴിയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സഹായിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും അത് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നതെന്നും പ്രേക്ഷകരുടെ അടുത്ത് കൃഷ്ണകുമാർ പറയുന്നുണ്ട്. ചെറുമകനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഓമി കരയുമ്പോൾ ഇഷാനി മാറിയെടുക്കുകയും തിരിച്ച് ഇഷാനിയുടെ കയ്യിലെത്തിയപ്പോൾ അപ്പൂപ്പൻ്റെ കയ്യിലേക്ക് വരാൻ ഓമി കൈ കാണിക്കുകയും ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു. തൻ്റെ ചെറുമകനെ കയ്യിലെടുത്ത് വെച്ച് അവനും നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം വേണമെന്നും വേറെ ഒന്നും വേണ്ട, പ്രാർത്ഥന മാത്രം മതി എന്ന് തന്നെയാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിനൊന്നും തിരിച്ചു തരാനില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തരേണ്ട ആവശ്യവുമില്ല. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ മതി, ഞങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതുമാത്രമേ ഞങ്ങൾക്കും പറയാനും പങ്കുവയ്ക്കാനുമുള്ളൂ. ഇപ്പോൾ ഇതാണ് കൃഷ്ണകുമാർ തന്നെ പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ വാക്കുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റെടുക്കുന്ന രീതിയായി മാറുകയാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പ്രീതിയുള്ളൊരു വാക്കായി തന്നെ ഇത് മാറുന്നു. ആരാധകരുടെ പ്രീതിയാണ് വളരെയധികം തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി വേഗം ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ്. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്ത കേൾക്കാൻ തന്നെ. എപ്പോഴും കൃഷ്ണകുമാറിൻ്റെയും മക്കളുടെയും വാർത്തകൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ ചാരിറ്റി വാർത്തകൾ കേൾക്കാനും വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു. ചാരിറ്റി വാർത്തകൾ പ്രത്യേകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് ഇത് വൈറലാകുന്നതും ഏറ്റെടുക്കുന്നതുമെല്ലാം. ആരാധകരുടെ പ്രീതിയാണ് വളരെയധികം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം നന്നായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.